ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം. അഭിഷേകക്കല്ല്, ദ സ്റ്റോൺ ഓഫ് ദ അനോയിൻറ്റിങ്. കബറിട പള്ളിയിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ അതിൻ്റെ നേരെ മുമ്പിൽ 5.7 മീറ്റർ നീളം, 1.3 മീറ്റർ വീതിയുള്ള ഒരു ചുവന്ന മാർബിൾ കല്ല്. യഹൂദ പാരമ്പര്യമനുസരിച്ച് കർത്താവിനെ കുരിശിൽ നിന്ന് ഇറക്കി താഴെ കൊണ്ടുവന്ന് അഭിഷേക തൈലം കൊണ്ട് പൂശുന്ന രംഗമാണ് നമ്മളിവിടെ ഓർക്കുക. പണ്ട് മാതാവിൻ്റെ കപ്പേള നിന്നിരുന്ന സ്ഥലമാണിത്. എന്ന് പറഞ്ഞാൽ പാരമ്പര്യമനുസരിച്ച് കർത്താവിനെ കുരിശിൽ തറയ്ക്കുമ്പോൾ ചുവട്ടിൽ സ്ത്രീകൾ നിന്നിരുന്നു. ഈ കല്ലിനും 12 മീറ്റർ മാറി അർമേനിയൻസിൻ്റെ കപ്പേളയാണ്. ഒരു അയൺ കേജ് കാണാമെന്ന്. അവിടെയാണ് സ്ത്രീകൾ നിന്നിരുന്ന സ്ഥലമായിട്ട് അടയാളപ്പെടുത്തുക. മാതാവിൻ്റെ മടിയിലേക്ക് കർത്താവിനെ ഇറക്കി വെച്ചു എന്ന് പറയുന്ന പാരമ്പര്യം പോലും ഓർക്കുന്നത് ഈ അനോയിൻറ്റിങ് സ്റ്റോണിൻ്റെ അടുത്താണ്. കുരിശുദ്ധ കാലഘട്ടം വരെ ഇവിടെ ഒരു കപ്പേളയായിരുന്നു മാതാവിൻ്റെ പേരിൽ. അതിനുശേഷമാണ് അനോയിൻറ്റിങ് സ്റ്റോൺ ഇവിടെ വരുന്നത്. 1810 വരെ ഫ്രാൻസിസ്കൻസിൻ്റെ ഒരു കറുത്ത മാർബിളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതിൻ്റെ നടുക്ക് ജെറുസലേം കുരിശാണ് അടയാളപ്പെടുത്തിയിരുന്നത്. 1810 ശേഷമാണ് ഇന്നുള്ള അഭിഷേക കല്ല് അവിടെ സ്ഥാപിക്കുന്നത്. ഈ കല്ല് സ്ഥാപിക്കുന്നത് ഗ്രീക്കുകാരാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ലത്തീൻകാർക്കും ഗ്രീക്കുകാർക്കും അർമേനിയക്കാർക്കും കോപ്റ്റിക്സിനും 4 കൂട്ടർക്കും അവകാശമുള്ളതാണ്. ഇതിൻ്റെ മുകളിലുള്ള 8 വിളക്കുകൾ ഈ 4 കൂട്ടരുടേതുമാണ്. ഇതിൻ്റെ പിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മൊസൈക്കിൽ ആ രംഗം ചിത്രീകരിച്ചിട്ടുണ്ട്. കർത്താവിനെ കുരിശിൽ നിന്ന് ഇറക്കുന്നു, താഴെ കൊണ്ടുവന്ന് അഭിഷേക തൈലം പൂശുന്നു, പിന്നീട് കബറിടത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ നമ്മൾ ഓർക്കുന്നത് നിക്കോദേമോസിനെയാണ്. നിക്കോദേമോസ് 100 റാത്തൽ സുഗന്ധ തൈലവുമായിട്ട് അവിടെ എത്തി. എന്ന് പറഞ്ഞാൽ ഇന്ന് പറയുന്ന കണക്കനുസരിച്ച് 33 കിലോ സുഗന്ധ തൈലമാണ് പൂശുന്നത്. എന്ന് പറഞ്ഞാൽ കർത്താവിന് അവർ കൊടുക്കുന്നത് രാജകീയമായിട്ടുള്ള ഒരു മൃതസംസ്കാര ചടങ്ങിനെയാണ് ഇവിടെ ഓർക്കുക. ഇന്ന് തീർത്ഥാടകർ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ കബറിട പള്ളിയിൽ കടന്നു വന്നാൽ നേരെ വന്ന് ഈ അഭിഷേക കല്ലിൻ്റെ മുമ്പിൽ കുമ്പിട്ട് മുത്തുന്നു. അവരുടെ വിശുദ്ധ വസ്തുക്കൾ അതിൽ തൊടുവിച്ചുകൊണ്ട് അതിൻ്റെ മീതെ പുരട്ടിയിട്ടുള്ള എണ്ണയിൽ തങ്ങളുടെ തൂവാലകൾ തുടച്ചെടുത്ത് ആ തൂവാലകൾ കൊണ്ട് പൊതിഞ്ഞ് ഭദ്രമായി വീടുകളിലേക്ക് കൊണ്ടുപോകുന്നു, സൂക്ഷിക്കുന്നു. നമ്മൾ ഈ കബറിട കല്ല് ഓർക്കുമ്പോൾ രഹസ്യത്തിൽ കർത്താവിൻ്റെ ശിഷ്യനായിരുന്ന നിക്കോദേമോസ് പരസ്യമായി കർത്താവിനെ ഏറ്റെടുക്കുവാനും ആ മൃതസംസ്കാര ചടങ്ങിൻ്റെ ഭാഗമാകുവാനുമായിട്ട് കടന്നു വരുന്നു. രഹസ്യങ്ങൾ മാറി പരസ്യമായി കർത്താവിനെ പ്രഖ്യാപിക്കേണ്ട, കർത്താവിന് വേണ്ടി നിലപാടെടുക്കേണ്ട സമയമായി എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ലോകത്തിൻ്റെ അതിർത്തികൾ വരെയുള്ള പ്രഘോഷണത്തിൻ്റെ കാലം ആരംഭിക്കുന്നു. കർത്താവിൻ്റെ രക്ഷാകര ദൗത്യം പൂർത്തിയാകുന്നിടത്ത് ആ രക്ഷാകര ദൗത്യത്തിൻ്റെ ലോകം മുഴുവനുമുള്ള വ്യാപനത്തിലേക്കുള്ള തുടക്കമാണ് നിക്കോദേമോസ് നമ്മുടെ മുമ്പിൽ വരച്ചു വയ്ക്കുക. ഈ കബറിടക്കല്ല് നമ്മളോടും ആവശ്യപ്പെടുന്നത് അതുതന്നെയാണ്. രഹസ്യങ്ങളില്ല, ഇനി പരസ്യമായി പ്രഖ്യാപിക്കണം, കർത്താവിന് വേണ്ടി നിലപാടെടുക്കണം, മുന്നോട്ടുള്ള പ്രഘോഷണം ആരംഭിക്കാനുള്ള സമയമായി. ഈ നോമ്പുകാലം അതിനുള്ള ക്ഷണമാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം.